സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവിനെ നമിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന സമാധാന സ്വാമി മുരളി മാഷ്, മറ്റാത്മബന്ധുക്കളെ, നമ്മുടെ ഈ സത്സംഗം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പലവർക്കും പല കാര്യത്തിലും ഇപ്പോഴും ഉറപ്പില്ല. അത് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ ഗുരു നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലായി എന്ന് തോന്നും. പുറത്തിറങ്ങിയിട്ട് ഇതിൽ പങ്കെടുക്കാത്ത ആൾക്കാർ നമ്മളോട് ചോദിക്കും, ഗുരു എന്താ പറഞ്ഞു കഴിയും? ഓ, ഭയങ്കര വലിയ കാര്യമാണ് പറഞ്ഞത്, എന്താണ് അറിയില്ല. ഈ പറഞ്ഞ കാര്യം വലുതാണ്, പക്ഷെ നമ്മുടെ മനസ്സിൽ അത് നിൽക്കും. ഇത് നമ്മുടെ ഒരു ഗതികേടാണ്. അതുകൊണ്ടാണ് വീണ്ടും 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 നമ്മളോട് ഗുരു സംസാരിക്കാറ്. എത്രയോ വയ്യെങ്കിലും അർദ്ധരാത്രിക്ക് വരെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. പ്രത്യേകിച്ച് ഈ ആശയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയോ ഈ ആശയത്തിൻ്റെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നമ്മൾ പറയുകയോ ചെയ്താൽ ഗുരു മണിക്കൂർ എടുത്ത് സംസാരിക്കും. പ്രധാനമായി എന്നെപ്പോലത്തെ ആൾക്കാർക്ക് അന്ന് എൻ്റെ ചെറുപ്പകാലം പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ 23-24 വയസ്സാകുമ്പോൾ ഏറ്റവും വലിയ ശ്രദ്ധ എന്തിനായിരിക്കും? ജോർജ് കുട്ടിയാണ്. ഇപ്പോൾ കോടീശ്വരനാണ്. അവിടെ ഇരിക്കുന്ന പല പെൺകുട്ടികളും കോടീശ്വരനാവാൻ വേണ്ടി നടക്കുന്നവരാണ്. ഞാനും കോടീശ്വരനാവാൻ തീരുമാനിച്ചു. എൻ്റെ അച്ഛന് കുറേ സ്വത്തുണ്ട്, അതിനേക്കോട് സ്വത്തുണ്ടാക്കാൻ. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഗുരു അതിന് വളരെ കഠിനമായ ഒരു വഴി നമുക്ക് പറഞ്ഞു തരിക. എടാ, ഈ സ്വത്തൊക്കെ പണമൊക്കെ നിൻ്റെ കാലിൻ്റെ ചുവട്ടിലൊന്ന് കിടക്കും. നീ വിചാരിച്ചവിടെ നിൻ്റെ വരും. അതിനെന്ത് വേണം? ജീവന് പുണ്യം വേണം. അതെങ്ങനെ കിട്ടും? ഗുരു ചോദിച്ചു. എടാ, ജീവനെ ഭാഗ്യപ്പെടുത്തിയാൽ മതി. അതിനെന്ത് ചെയ്യണം? ജീവന് അർത്ഥം കിട്ടണം. അതിനെന്ത് വേണം? അത് പറഞ്ഞപ്പോൾ നമ്മൾ ദൂരം പറഞ്ഞു. ഇരിട്ടിക്കാർ ദൂരം പറയുന്നു, അല്ലേ? കണ്ണൂരുകാർ ദൂരം പറയുന്നു. ഒരു ദിശ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാം. ഒരിക്കൽ ഗുരു ഒരു കഥ പറഞ്ഞു ഞങ്ങളോട്. പോത്തങ്കോടുള്ള 2 സ്ത്രീകൾ ദിവസവും മീൻ വാങ്ങാൻ പോകും. മീൻ കച്ചവടമാണ്. അപ്പോൾ അവർ എപ്പോഴും ജീപ്പിൽ രാത്രി തന്നെ പോയി അവിടെ പോയി കിടക്കും. എവിടെ? ചാലയിൽ. എന്നിട്ട് അതിരാവിലെ ഈ മീനും വാങ്ങി തിരിച്ചു വന്ന് ഇവിടെ നിന്ന് കച്ചവടം. അപ്പോൾ അവർക്ക് അവിടെ ചാലയിലേക്ക് കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ഒരു ദിവസം ഈ മത്സ്യബന്ധനക്കാരുടെ ബന്ധമാണ്. ഒന്നും മീനില്ല, മീൻ ഒന്നുമില്ല. പാക പ്രശ്നമായി. മടങ്ങി വരാൻ വണ്ടിയില്ല. അപ്പോൾ അവിടെ രാജാ ഫ്ലവേഴ്സ് കൊണ്ട് ഒരു ഫ്ലവേഴ്സുകാരുണ്ട്, വലിയ കച്ചവടക്കാരുണ്ട്. അയാൾ ഓർമ്മ നിങ്ങളിവിടെ കിടന്നോ, എന്തായാലും ഇനിയിപ്പോൾ നാളെ ബസ്സുള്ളൂ, നിങ്ങൾ അവിടെ കിടന്നോളാൻ പോകും. അങ്ങനെ ഇവർ രാത്രി 8-9 മണിയാകുമ്പോൾ കിടക്കും. ഉറക്കം വരില്ല, തീരെ ഉറക്കം വരില്ല. അതോ അവിടെ പൂക്കളെ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുക. ഇവർക്കാണെങ്കിലോ തീരെ ഉറക്കം വരില്ല, ആകെ പ്രശ്നം. അപ്പോൾ ഈ കടക്കാരൻ ഷട്ടറൊക്കെ അടിച്ചു പോയി. ഇവർക്ക് ആകെ പ്രശ്നമാണ്. ഷട്ടർ പൊക്കി ഇവർ പുറത്തു നിന്നു. ഉറക്കം ശരിയാവുന്നില്ല. അവസാനം ഇവർ എന്ത് ചെയ്തു പറഞ്ഞാൽ, ഇവർ മീൻ കൊണ്ടുപോകുന്ന കൊട്ടയില്ല, അതെടുത്ത് അടുത്ത് വെള്ളം തെളിച്ചങ്ങോട്ട് വെച്ചു. സുഖമായി കിടന്നുറങ്ങിയെന്നാവും. എന്താ കാരണം? എത്ര പൂവിൻ്റെ വാസനയുണ്ടെങ്കിലും ജീവൻ്റെ കർമ്മഗതി പിടിച്ചവൻ എന്തേ പറ്റൂ? ഈ മീനിൻ്റെയും അളിഞ്ഞതിൻ്റെയും സ്മെല്ല് അവന് ഉറങ്ങുള്ളൂ. ഇതുപോലെ നമ്മളെല്ലാവരും ഗുരുവാണ്. നിങ്ങൾ ആരാധന കൊണ്ടും ജാതി കൊണ്ടും മതം കൊണ്ടും കർമ്മഗതി പിടിച്ച് ദരിദ്രരായി, രോഗങ്ങളായി, വിഷമങ്ങളായി, മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തവരായി, കുടുംബത്തിലെല്ലാത്തിലും ഐക്യക്കുറവ്, അല്ലേ? ഇതെല്ലാം ഉള്ള നമുക്ക് ഗുരു പറയാണ്, ആ മീൻകൊട്ട മാറ്റിയിട്ട് നിനക്ക് ഞാൻ എന്ത് തരാം? പൂവിൻ്റെ വലിയ തോട്ടത്തിൽ നിന്നെ ഞാൻ കിടത്തി ഉറക്കാ എന്ന് പറയുമ്പോൾ, 41 ദിവസം കൊണ്ട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അത് ഞങ്ങൾക്ക് ശരിയാവില്ല, ഞങ്ങൾ എവിടെ കിടന്നോളാം? അവിടെ തന്നെ കിടക്കും. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ എടുത്ത് പഠിക്കും. ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കും. നമ്മൾ സാമ്പത്തികമായി ചിലപ്പോൾ ഇങ്ങനെ ഉയരുന്നുണ്ടാവും.
കുറച്ച് കഴിഞ്ഞാൽ കാണാം ഈ സാമ്പത്തികമായി ഉയർന്ന ആൾ നേരെ താഴേക്ക് പോകും. ഈ താഴേക്ക് പോകുന്ന ആൾ പോയിട്ട് ഗുരുവിൻ്റെ അടുത്ത് മുമ്പ് ഗുരു ചീത്തയും വിളിക്കണം. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ അനിൽ ചേർത്തല വളരെ ഗംഭീരമായി എഴുതിയിട്ടുള്ളൊരു ഇത്. ഇതേ പ്രശ്നം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ അവസാനം ചോദിക്കുന്നത്, ഗതി കേട്ടിട്ട് അവസാനം ചോദിച്ചത് എന്താ അറിയാം, അദ്ദേഹത്തിന് 1 ഏക്കർ തെങ്ങ് കള്ള് എത്താൻ കൊടുക്കട്ടെ, കാരണം കടത്തുള്ളൂ പിടിച്ചെടുക്കാൻ പറ്റില്ല, ഗുരു വയലൻ്റെ. അപ്പം ഇതുപോലത്തെ ഓരോ വിഷമങ്ങളും തീർന്ന് നമ്മൾ എന്ത് ചെയ്യണം, രക്ഷപ്പെട്ട് വരണം. അതിന് നമുക്ക് എന്ത് വേണം, ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇവിടെ പലവരും കുട്ടികൾക്ക് എക്സാം ഉണ്ടായിരുന്നു. 4 മണിക്ക് 3 മണിക്കൊക്കെ അവർ ബസ്സിൽ എക്സാമിന് പോയി. പക്ഷേ ഇവിടെ ഒന്ന് വരാൻ പറഞ്ഞാൽ ആർക്കും സമയമില്ല. അതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ തലമുറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഗതികേട്. ഇതിനെ വാസന എന്നാണ് ഗുരു വിളിച്ചത്. ഇത് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്ന് നമ്മളെ തകർക്കും. നമ്മളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും നമ്മളെ എവിടെയെങ്കിലും ഇട്ടിത് കുരുക്കും. ഈ കുരുക്ക് നമ്മളെ ബാധിക്കാതിരിക്കാൻ എന്തു വേണം, അപ്പപ്പോൾ നല്ല ചിന്തകൾ നമുക്ക് വരണം. അതിന് ജീവന് എന്തു വേണം, അർത്ഥം വേണം. ഇത് കിട്ടാനാണ് ഗുരു എന്ത് ചെയ്ത് നമുക്ക് ഈ അറിവ് തന്നു. അതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ ഗുരുക്കന്മാർ അതാത് സമയങ്ങളിൽ വന്ന് പറഞ്ഞത്. മോസിസ് വന്നപ്പോൾ എന്താ പറഞ്ഞത്, നിങ്ങൾ ധർമ്മം പാലിക്കണം, കാരണം അന്ന് ധർമ്മമില്ല. അപ്പോൾ ആ ഗുരു അന്നുള്ളവരോട് എന്താ പറഞ്ഞത്, നിങ്ങൾ ധർമ്മം പാലിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് യേശു വന്നപ്പോൾ എന്ത് പറഞ്ഞു, അന്ന് സ്നേഹമില്ല, അപ്പം സ്നേഹം വേണം. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, യേശുവിൻ്റെ കർമ്മം കഴിഞ്ഞ് നബി വന്നു. നബി വന്നപ്പോൾ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് സൗഹാർദ്ദം വേണം. കാരണം എന്താ, അന്ന് അവിടെ സൗഹാർദ്ദങ്ങളില്ല അല്ലേ. ഇന്ന് വന്ന ഗുരുക്കന്മാരെല്ലാം നമ്മളോട് പറഞ്ഞെന്താ, മതവും ജാതിയും കൊണ്ട് നിങ്ങൾ കുരുങ്ങിപ്പോയി, അത് പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉറങ്ങാൻ തുടങ്ങി. എല്ലാവരും ഉറക്കം. ഇന്ന് യേശു വന്നാലും നബി വന്നാലും മോസിസ് വന്നാലും ശ്രീരാമൻ വന്നാലും ശ്രീകൃഷ്ണൻ വന്നാലും ആര് വന്നാലും പറയുന്ന എന്തായിരിക്കും, നിങ്ങൾ മതേതരത്വം കൊണ്ടുവന്ന് മതത്തിൻ്റെയും ജാതിക്കും അപ്പുറത്ത് നിങ്ങൾ പോകണം എന്ന് പറയുമ്പോൾ ആ നിമിഷം നമ്മൾ എന്തു ചെയ്യും, അതുമൂലം നമുക്കുണ്ടായിട്ടുള്ള ദോഷങ്ങൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞു തരും ഗുരു. നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന രീതിയിൽ മന്ദബുദ്ധികൾ ജനിക്കുന്നുണ്ടോ, ഒന്നതാണ്. 2, നമ്മുടെ വീട്ടിൽ മദ്യപാനിയുണ്ടോ, ഇതാണ് കാരണം. നിങ്ങളുടെ വീട്ടിൽ മക്കൾ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുവൈറ്റിലും സൗദി അറേബ്യയിലും ദുബായിലും കഷ്ടപ്പെടുന്നുണ്ടോ, കാരണം എന്താണ്. 4, നിങ്ങളുടെ വീട്ടിൽ മക്കൾ അല്ലേ നമ്മുടെ ധർമ്മങ്ങളൊന്നും പാലിക്കാതെ അവർ വേറെ രീതിയിൽ പോയാൽ കാരണം ഇവിടെയാണ്. 5, നിങ്ങൾക്ക് സമ്പാദിച്ച ഒരു ലെവലെത്തുമ്പോൾ നിങ്ങൾ പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ടോ, കാരണം ഇതാണ്. ഇത് എണ്ണി 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 ഗുരു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ആ ഗുരുവാണികളൊക്കെ നിങ്ങൾ കേൾക്കണം. ഓരോരുത്തർ പേരെടുത്തിട്ടാ പറയണം. ഓരോ പേരുകൾ എടുത്ത് ഗുരു വിളിക്കുന്നുണ്ടാ, നിനക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലേ. അവിടെ എല്ലാം ഗുരു തിരുത്തി തരികയാണ്. എന്നിട്ട് ഗുരു വലിയ തുറയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്ത കഥ പറയും. കേട്ടിട്ടുണ്ടോ? കൊല്ലത്ത് പോകുമ്പോൾ ഒരു സ്ഥലമെത്തി നമ്മളൊക്കെ ഉണരും. ഏതാണ്? അവിടെ ഒരു പാലമുണ്ട്, കണ്ടോ, വലിയ നീളത്തിൻ്റെ പാലം, വലിയ തുറ പാലം എന്നാ പറയും. ബസ്സിൽ പോണവർക്ക് അറിയാം, ട്രെയിനിൽ പോണവർക്ക് അത്ര അറിയാൻ തോന്നില്ല. അവിടെ എത്തിയാൽ നമ്മളെല്ലാം തോണരും. കാരണം എന്താ, സ്മെല്ലായിരിക്കും ഈ മീനിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ. അപ്പോൾ അവിടേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വെച്ചു. ആ കുട്ടി അവിടെ പോയവരെ ഛർദിയോ ഛർദി അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഛർദി കുറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ 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 എന്തായി അവസാനം അതുമായിട്ട് പൊരുത്തപ്പെട്ടു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു, കല്യാണം കഴിച്ചു കൊടുത്തല്ലേ, ഒന്ന് കാണാൻ പോകണം വേണ്ടി അവിടെ പോയി.
അമ്മ ഛർദ്ദിക്കാൻ തുടങ്ങി. എന്നിട്ട് അമ്മ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കണേ ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങളിവിടെ വരേണ്ടതായിരുന്നു. എന്താ സ്മെല്ലായിരുന്നു ഇവിടെ, ഞാനിങ്ങനെ ഛർദ്ദിക്കും. അപ്പം സ്മെല്ലെന്നുണ്ട് ഇവിടെ. ജാതിയുടെയും മതത്തിൻ്റെയും ഗതികേട് എന്നും അതിൻ്റെ ഉള്ളിൽ നമ്മളെന്തായി താതാമപ്പെട്ടുപോയി. അതിൻ്റെ ഗതികേട് പേറി നമുക്കെന്തായി, അതിൽ നമ്മൾ ഉൾപ്പെട്ടുപോയി. അതിൽ മഹിമ കാണുകയാണ് നമ്മൾ. വലിയ തുറയിലെ ആൾക്കാരെ പോലെ ആ സ്മെല്ലില്ലാതെ എത്രയോ പേര് സുഖമായി ജീവിക്കുന്നവരുണ്ട് അല്ലേ? പക്ഷേ അത് ആർക്ക് മനസ്സിലാവില്ല? ജാതിയുടെയും മതത്തിൻ്റെയും കർമ്മഗതിയിൽപ്പെട്ട നമുക്ക് മനസ്സിലാവും. നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ വിഷമം, നമ്മുടെ പ്രാരാബ്ദം ഇതെല്ലാം ഇതുമായി കൂടിക്കിടക്കുകയാണ്. ഇവിടുത്തെ പൊട്ടിക്കാനാണ് ഗുരു നമുക്ക് എന്തെന്ന് വ്രതങ്ങളും ഇതേപോലത്തെ ധർമ്മങ്ങളും നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ജാതി നമുക്ക് വലുതാണ് അല്ലേ? എൻ്റെ അടുത്ത് ജാതിയില്ല എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചു, താങ്കൾ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ എന്തിനാ ജാതി നോക്കിയത്? എൻ്റെ കാര്യം വിടൂ സ്വാമി, നിങ്ങൾ അത് പറയണം, അത് അച്ഛനമ്മ നപ്പിത്തം അല്ലേ? മക്കളുടെ കാര്യമോ അതായിട്ടല്ലോ, അപ്പോൾ നോക്കാം സ്വാമി എന്നാവും. അപ്പം എവിടെയാണ് നമ്മുടെ ഉള്ളിൽ ഇത് കിടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ എല്ലാവിടെയും ഈ ഒരു ഗതികേടിൻ്റെ വാസന വളരെ വലുതായി കിടക്കുകയാണ്. ഇത് പൊട്ടിക്കാനാണ് ദൈവം നമുക്ക് പല വഴികളും പഠിപ്പിച്ചു. ദൈവം പല രീതിയിൽ ആചാരങ്ങൾ പല സ്ഥലത്തും കൊണ്ട് ഇറക്കി. പക്ഷെ നമുക്കത് എടുക്കാൻ സാധിക്കാത്തത്. അപ്പം എന്തായി, നമ്മുടെ വീട്ടിൽ തന്നെ മന്ദബുദ്ധികളൊന്നും ജനിക്കാൻ തുടങ്ങി. നമ്മുടെ വീട്ടിൽ തന്നെ മാതാപിതാക്കളെ മാനിക്കാത്ത മക്കളൊന്നും ജനിക്കാൻ തുടങ്ങി. നമ്മുടെ കുടുംബത്തിൽ തന്നെ സകല സ്വത്തുക്കളും നശിപ്പിക്കുന്ന മക്കൾ നമ്മുടെ കുടുംബത്തിലൊന്നും ജനിക്കാൻ തുടങ്ങി. എന്നാലും വലിയ തുറയിലെ പെൺകുട്ടി പറഞ്ഞ പോലെ അല്ലേ, ഇത് നമുക്ക് എന്തായി ശീലമായി മാറി. ഇതല്ലാത്തൊരു യഥാർത്ഥ ധർമ്മത്തിലുള്ള ജീവിതം നമുക്ക് പുറത്തുണ്ട്. ഇത് ഗുരു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ അതാണ് ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞത്. ഒരു ഓപ്പണായിട്ടുള്ള എയർ ടിക്കറ്റ്, ഈ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള ഒരു എയർ ടിക്കറ്റ്, ലുഫ്താൻസ എയർവേസിൻ്റെ ടിക്കറ്റാണ് ഞാൻ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ സുരേട്ടൻ ഉൾപ്പെടെയുള്ള കുടുംബക്കാർ അത് എവിടേക്കാണ് എഴുതുക? എവിടേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഈ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കും പോകാനുള്ള എയർ ടിക്കറ്റാണ്. ആരെന്തും മിണ്ടാതിരിക്കും. തിരുവനന്തപുരം പോകും, ഓക്കെ. പിന്നെ ലുഫ്താൻസ എയർ ഫ്ലൈറ്റാണ് കേട്ടോ, ഫസ്റ്റ് ക്ലാസ് ആണ്. കിടന്ന് ഉറങ്ങി ഒരു ടിക്കറ്റിന് തന്നെ വില 2.5 ലക്ഷം 3.5 ലക്ഷം ഉറുപ്പ്യ വരും. എവിടെ? ഡൽഹി, ഓക്കെ. ഓരോ ജീവൻ്റെ വാസനയ്ക്ക് അനുസരിച്ച് ഞാൻ എഴുതാം അമേരിക്കയിൽ. നിങ്ങൾ നുണ പറയുകയാണെന്ന് എനിക്കറിയാം. ഇത് നുണയാണ്, ഇത് മുഴുവൻ ഉടായ്പ്. ഉണ്ട്, ഞാൻ അതിൻ്റെ ടിക്കറ്റല്ല തരുന്നത്. അതിൽ കിടന്നുറങ്ങി എന്ന് വെച്ചാൽ ബ്രൂണോ രാജകുമാരൻ പോകുന്ന ഫ്ലൈറ്റാണത്. രാജപദവിയിൽ ഈ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കും പോവാം. ഒരു കുട്ടി പറയും ബ്രസീൽ വേണം, എനിക്ക് മനസ്സിലായ? ഒരാൾ പോലും ഇന്ത്യയുടെ പേര് പറയില്ല. ഡൽഹി ഇപ്പോൾ ഇറങ്ങിയിട്ട് എന്ത് കാണാനാ? കുറേ പുകമറ കണ്ട് നിങ്ങൾ ശ്വാസം മുട്ടി ചത്തുപോകും. അന്തരീക്ഷം അത്രയും മോശമാണ്. തിരുവനന്തപുരം പോകണം പറയും. എന്തിനാ? ഇനി ഫ്ലൈറ്റ് വേണ്ട, ഇവിടെ നിന്നുള്ള വന്ദേ ഭാരത് പോയപ്പോൾ. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഗുരുവിനെ കണ്ടിട്ട് ആശയം മനസ്സിലാക്കാത്തവൻ ഗുരുവിനെ ദിവസം പോയി കണ്ടിട്ട് എന്താ കാര്യം? ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെ മുഖം ആ വിഗ്രഹത്തിൽ ദിവസം കണ്ട ആ തിരുമേനി വിശ്വാസിയാണ്. ഗുരുവിൻ്റെ കാലിൽ നമസ്കരിച്ചുള്ളൂ വന്നിട്ട് ആയോ? പിന്നെ ഈ പറയണതൊക്കെ ഡാവാണെന്ന് അറിഞ്ഞൂടെ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? അവിടെ മനുഷ്യൻ 2 കാലും 2 കൈയും അല്ലേ, -12 ഡിഗ്രിയാണ് അവിടുത്തെ ടെമ്പറേച്ചർ. ഇപ്പോൾ ഇന്ന് പത്രത്തിൽ വന്നിരിക്കും 12ആണ്. എന്തായിരിക്കും പിന്നെ അവിടെ പോകും? ഇവിടെ നല്ല സുഖമാണ്. ഇപ്പോൾ നോക്കും, ഇവിടെയൊക്കെ നല്ല 10-32 ഡിഗ്രി ചൂടേ ഉള്ളൂ. പിന്നെ എന്താ നമ്മൾ അങ്ങോട്ട് പോകാൻ കാരണം?
അവിടുത്തെ വെള്ളച്ചാട്ടം പോലെ തന്നെ ഇവിടെയും വെള്ളച്ചാട്ടമുണ്ട്. ജർമ്മനി ആയിക്കോട്ടെ, എവിടെയായാലും. എന്താണ് കാരണം? ജർമ്മനിയിൽ സത്യവ്രത സ്വാമി പറയാറുണ്ട്, ലോകത്തെ ഏറ്റവും ഭാഗ്യം, ലക്കിയസ്റ്റ് പീപ്പിൾ ഈസ് കേരള പീപ്പിൾ, ബട്ട് ബ്ലഡി കേരളാസ് ആർ കമ്മിങ് ടു ജർമ്മനി. അയാൾ പറയുന്നത്, അദ്ദേഹം പറയുന്നത്. കാരണം അവിടെ ജർമ്മനിയിൽ 9 മാസം തണുപ്പാണ്, മഞ്ഞ് മൂടി കിടക്കുക. 4 മാസം ഞങ്ങളുടെ കയ്യിൽ കൃഷി ചെയ്യാൻ സമയമുള്ളൂ, 3-3.5 മാസം. അതിലെ ഞങ്ങൾ കൃഷി ചെയ്യും. ആ കൃഷി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത്. ഇവിടെ നോക്കൂ, എല്ലാ സമയത്തും സുഖവും. പിന്നെ എന്താണ് നമ്മുടെ കുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളതൊക്കെ ചോദിച്ചു നോക്കുള്ളൂ. മനുശ്രീ തൊട്ട് പൂർണ്ണശ്രീ തൊട്ട് ധരിക്കുന്ന മക്കളോടൊക്കെ ബിടെക് എടുത്തവരൊക്കെ എന്താ ചെയ്യാണ്? നഴ്സിംഗ് എടുക്കുന്ന മാക്സിമം എവിടെ പോകണം? ഫിൻലാൻഡ് പോകണം, അയർലാൻഡ് പോകണം പറഞ്ഞിട്ടാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അടിസ്ഥാനം ഗുരു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ വളരെ വ്യക്തമായിട്ട്. നിവേദിക്ക് എന്താ പറയാനുണ്ട്? അമേരിക്ക ആയിക്കോട്ടെ, ഗുഡ്. അല്ല, എവിടെ ആയിക്കോട്ടെ, ഗുഡ്. എന്താ കാരണം? സുഖസൗകര്യം എങ്ങനെ വന്നു? അതാണ് എൻ്റെ കാര്യം. അവിടെ നമ്മളെ പോലത്തെ ക്ലൈമറ്റ് ഇല്ല. ഒരു പുല്ല് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഉണങ്ങിപ്പോവും. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് കേടുവന്നു. ഇവിടെ സുഖമായിട്ട് 2 പ്രാവശ്യം നനച്ചാൽ മതി, ഇടപെടാന്ന് വരികയാണ് അല്ലേ? അവിടെ ഗുരു പറഞ്ഞത്, ഈ ലോകത്ത് 2 തരം ആൾക്കാരെ ജീവനോടെ ജീവിക്കുന്നുള്ളൂ ആരാധന രീതിയിൽ. ഒന്ന് ഗുരുമാർഗവും ഒന്ന് ത്രിമൂർത്തി മാർഗവും. അപ്പോൾ ഈ ത്രിമൂർത്തി മാർഗത്തിൻ്റെ കർമ്മത്തിൽ ജീവിക്കുന്ന നമുക്ക് ഋഷി പരമ്പരയുടെ കർമ്മം വിട്ടുപോയിട്ട് നമ്മൾ പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ വലിയ തുറയിലെ പെൺകുട്ടിയെ പോലെയായി, നാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഗുരുപരമ്പരയെ പിടിച്ചവരെന്ത് സംഭവിച്ചു? -12 ഡിഗ്രിയിലും സ്വർഗം പോലുള്ള സ്ഥലങ്ങൾ കെട്ടിയുണ്ടാക്കി നമ്മളെ പോലത്തെ ഭാഗ്യമില്ലാത്തവനത് കാണിച്ചു തരികയാണ്. കണ്ടടാവണ്ട, ഇത് കണ്ടിട്ട് നമ്മളവിടെ വായും പൊളിച്ച് കണ്ടിട്ട് വരികയാണ്. എന്താ അവിടുത്തെ ബിൽഡിങ് ഇതൊക്കെ കണ്ട് വായും പൊളിച്ച് നമ്മൾ തിരിച്ചു പോകും. സത്യമല്ലേ? സത്യമാണ്. നമ്മളെല്ലാവരുടെയും പോയി നോക്കി നമ്മൾ വായി പൊളിച്ച് തിരിച്ചു. അവിടുത്തെ റോഡുകൾ കണ്ട് നമ്മൾ ഞെട്ടും. എന്താ കാരണം? അവർ ആ കഷ്ടപ്പാടിൽ അവിടുത്തെ പല റോഡും -12 ഡിഗ്രി വരുമ്പോൾ പൊട്ടും. അത് പൊട്ടാതിരിക്കാനുള്ള ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തിരിക്കും. കാരണം ഗുരുമാർഗമാണ് അവരുടെ. അപ്പോൾ ആ ഗുരുമാർഗത്തിൻ്റെ കർമ്മത്തിൽ ഉയർന്നു വന്നിട്ടുള്ള യേശുവിനെയും നബീനെയും മോസസിനെയും പോലത്തെ ആൾക്കാരെ മാത്രം പിടിച്ച് മുന്നോട്ട് പോകുന്ന ആ കർമ്മവശം അവരെ ഒരു ഭാഗ്യത്തിൻ്റെ വശം വരെ എത്തിയെന്നാവും. എന്നാൽ ഗുരു പറഞ്ഞെന്താ? എൻ്റെ വാക്കും എൻ്റെ ധർമ്മവും ഈ പ്രാർത്ഥനയും സൂക്ഷിക്കുന്നവൻ്റെ 3-ാം തലമുറയിൽ ആര് വരുന്നാ പറഞ്ഞ്? ആർക്കെങ്കിലും ഒന്നോളുന്നാവും. ഇതിനുള്ള കർമ്മത്തിൻ്റെ ഭാഗ്യം ഉണ്ടാക്കാനാണ് ഗുരു എന്ത് പറഞ്ഞതെന്ന് ഈ 41 ദിവസം ഈ കർമ്മത്തെ നമുക്ക് കൊണ്ടുതന്നു. കാരണം എന്താ? ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ചരിത്രം നിങ്ങളെടുത്ത് പഠിച്ചാൽ ശാന്തിഗിരി ആശ്രമത്തിൽ ഒരുപാട് പരിണാമങ്ങൾ നടന്നിട്ടുണ്ട്. ഓരോ പരിണാമം നടക്കുമ്പോഴും ആൾക്കാർ പോയിട്ടുണ്ട്. ആദ്യത്തെ പരിണാമം എന്ന് പറയുന്നത് ഗുരു ശിവഗിരി എന്ന് മാറി ശാന്തിഗിരി തുടങ്ങിയപ്പോഴാണ്. അന്ന് ഗുരുവിനെ വിളിക്കാത്ത തെറിയില്ല. നീയാടാ ശ്രീനാരായണ ഗുരുവിനെക്കാട്ടും വലിയവന്, എഴുത്തും പറയാൻ അറിയാത്ത നീയാടാ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ ഇഷ്യൂ ആയിരുന്നു. ദിവസവും അടിക്കാൻ ആൾക്കാർ വരും. നീ എന്താ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പദ്യം എഴുതി കാണിക്കടാന്നൊക്കെ ഗുരുവിനെ വെല്ലുവിളിച്ചിട്ടുണ്ടാവും. നീ എവിടെ ഇരുന്ന് പൂടുത്തിട്ട് ഞാൻ ശ്രീനാരായണ ഗുരു ആവണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഗുരു പിടിച്ചു തന്നു. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഘട്ടം കിട്ടി. എന്താണ്? അഖണ്ഡനാമം. 2 പേർക്ക് സത്യവതി എന്താണ് അയാളുടെ പേര് പറഞ്ഞു പെട്ടെന്ന്. ഈ 2 പേർക്കാണ് കിട്ടിയത്. 2 പേരും ഗുരുവിനെ തള്ളി പറഞ്ഞു പോയി. പക്ഷേ അഖണ്ഡനാമം കിട്ടിയപ്പോൾ കുറേ പേര് പോയി. സ്വാമിക്ക് വലിയ ഗുണം ഇതാണ്, സ്വാമിയുടെ പേര് വെച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അതൊരു ഘട്ടമായിരുന്നു എന്ന് ഗുരു പറഞ്ഞു. പരിണാമങ്ങളാണ് സംഭവിച്ചത് ശാന്തിഗിരി. അത് കഴിഞ്ഞ് ദൈവത്തിൽ നിന്നൊരു വാക്ക് കിട്ടുകയാണ് ഒരു അവസ്ഥ കഴിഞ്ഞപ്പോൾ. അതാണ് ഗുരുവിൻ്റെ ഗുരുവായ പട്ടാണി സ്വാമി ഗുരുവിനെ കുറിച്ച് പറഞ്ഞത്. കാരണം നിനക്കിവിടുന്ന് ഒരു മാറ്റമുണ്ടാവും, എവിടെയും പോകരുത്. എന്താണ് കാരണം? ഗുരുവിൻ്റെ ജീവൻ അവിടെ ഇരിക്കുന്ന സകല ആരാധനാമൂർത്തിയുടെയും മുകളിലേക്ക് പോയി. ഇനി അവിടെ നിൽക്കാൻ പറ്റുമോ? ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഒരാൾക്ക് IAS കിട്ടി കളക്ടറായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡ്യൂട്ടി ക്ലാർക്കായി നിൽക്കാൻ പറ്റുമോ? മാറിയേ പറ്റൂ. അങ്ങനെ ഗുരു അവിടെ നിന്ന്
രണ്ടുപേര് കാണാത്ത വിധത്തിൽ മാറാൻ പറഞ്ഞപ്പോഴാണ് ഗുരു ചിറയൻകീഴിലും ഈ പോത്തങ്കോട് പറഞ്ഞ സ്ഥലത്ത് മാറി മാറി നിന്ന്. അവിടുന്ന് ഗുരു ശാന്തിഗിരി ആശ്രമം, ഗുഹാനന്ദാശ്രമം തുടങ്ങുന്നു. ഗുരുവിൻ്റെ ഗുരുവായ പട്ടാണിസ്വാമിയാണ് അതിന് തിരികെത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ നിന്നും പരിണാമം സംഭവിച്ചു. ഗുരു അതൊക്കെ എടുത്ത് മാറ്റിയാണ്. ഇതൊന്നും ഉപകരിക്കില്ല, കാരണം ഇതിനെ പിടിച്ച് എന്ത് ചെയ്താലും ആദ്യമൊക്കെ ശരിയാവും, പിന്നെ അത് പ്രശ്നമാവും. അതെടുത്ത് കളഞ്ഞു. അപ്പം എന്തായി? ഒരു പരപ്പാൾക്കാർ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു പോയി. ഗുരുവിൻ്റെ ഗുരുവരെ എന്നാണ് ഗുരു പറഞ്ഞത്. അവിടുന്ന് ഗുരു ജീവന്റെ ഒരു പരിണാമത്തിന്റെ ആവശ്യം 1973 ഈ ഘട്ടം കിടക്കുമ്പോൾ സൂക്ഷ്മ രൂപത്തിൽ പോലും ഗുരു ആരാധിച്ചവരെല്ലാം ഗുരുവിനെതിരെ. ഒറ്റ മനുഷ്യനില്ല. ഗുരുവിൻ്റെ ധൈര്യം കൊണ്ടാണ്, ഗുരുവിൻ്റെ ആത്മബോധത്തിൻ്റെ ധൈര്യം, അല്ലെങ്കിൽ അനേക കോടി ജന്മത്തിൻ്റെ കർമ്മവശം കൊണ്ടുള്ള ധൈര്യമാണ് ഗുരു പറഞ്ഞത് ഞാനിത് കടന്നത്. പത്നിയായിരുന്നു, എന്നാലും ഗുരു അനങ്ങിയില്ല. എല്ലാം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഗുരുവിന് കേൾക്കാൻ ഇല്ലാത്ത ഒന്നുമില്ല. അവിടെ നിന്നാണ് ഗുരുവിന് ആദ്യമായി പ്രതിഷ്ഠയുടെ രൂപം കിട്ടുന്നത്. അവിടുന്ന് തുടങ്ങി പ്രശ്നം. അത് കല്ലാർ ആശ്രമത്തിൽ വെച്ച് കിട്ടുന്നു. അവിടുന്ന് അടുത്ത പ്രശ്നം തുടങ്ങിയെന്ന ഗുരു പറഞ്ഞു. പിന്നെ തെറിയുടെ തെറിയാണ്. ഒരു ഘട്ടത്തിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ 2 കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുള്ള ഒരു ലെറ്റർ അവിടെ കിട്ടുകയാണ്. അവർ വീട്ടുകാരുണ്ട് വടി കല്ലിയൊക്കെയായിട്ട് ഗുരുവിനെ തല്ലാൻ നിൽക്കും. ഗുരു പറഞ്ഞാൽ നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ നിന്ന് ഗുരു മാറി അടുത്ത ഘട്ടം ശാന്തിഗിരി ആശ്രമത്തിൽ പ്രാർത്ഥനാലയത്തിന്റെ തുടക്കം കുറിച്ചപ്പോൾ പകുതി വരും അല്ലേ? അവിടുന്ന് പ്രാർത്ഥനാലയം പൂർത്തീകരിക്കുന്നു. 1989 ഫെബ്രുവരി മാസത്തിൽ അത് പൂർത്തീകരിക്കുന്ന സമയത്ത് അടുത്ത ഘട്ടം ഗുരുവിന് ആരോഗ്യം പോകുന്നു. ത്രിമൂർത്തി സമ്പ്രദായത്തിന്റെ സകലവിധ ധർമ്മങ്ങളെയും 2444 ഇതിന് വന്ന ഗുരുക്കന്മാരും അതിലേക്ക് സങ്കല്പിച്ച് മാറ്റുന്നു. അത് വരാത്തവർക്ക് വേണ്ടി ഏപ്രിൽ 24 വരെ ഇതിന് സങ്കല്പം നടക്കുന്നു. അപ്പോഴും കുറേ പേര് പോകും. മെയ് 6 രാത്രി 9:25 ഗുരു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിക്കുന്നു. അവിടുന്ന് വീണ്ടും ഒരു പരിണാമം സംഭവിക്കുകയാണ്. ഇതാരും മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ പരമ്പരയിലും ഇത് അപകടം സംഭവിച്ചിട്ടുണ്ട്. നബിയുടെ പരമ്പരയിൽ ഇത് വലിയൊരു യുദ്ധമായിട്ടാണ് വന്നത്. 250 വർഷം യുദ്ധമായി. നബിയുടെ മക്കളെ മുഴുവൻ മരിച്ചു, ഭാര്യമാർ മരിച്ചു. എത്രയോ അവരുടെ രാജാക്കന്മാർ, നബിയുടെ കൈ പിടിച്ച് നടന്നിട്ടുള്ള പലവരും വെട്ടുകൊണ്ട് മരിക്കേണ്ടി വന്നു. യേശുവിൻ്റെ പരമ്പരയിൽ ഒരു പരപ്പാൾക്കാർ മരിച്ചു. ശ്രീകൃഷ്ണന്റെ കാലശേഷം ഒരു പ്രളയം തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ ശാന്തിഗിരിയിൽ ആ പരിണാമ സമയത്താണ് ദൈവകാരുണ്യമായി ശിഷ്യപൂജിതയെ ഗുരു കൊണ്ടുവന്നു. എല്ലാ കാര്യങ്ങളും ശിഷ്യപൂതിയെ അറിയിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരം ഇത്ര സമയം അവിടെ വെക്കണം, അതിന് നവപൂജിതം അല്ലേ, നവോല് ജ്യോതിർദിനം, ഇതിന് ദിവ്യപൂജാ സങ്കല്പമാണ്, നാളെ ഇത്ര മണിക്കാണ് ചെയ്യേണ്ടത്, ഇന്ന പോലെ വേണം, ഭസ്മം വേണം, എല്ലാം അതേപടി അറിയിക്കുക. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. രാത്രി ഈ സമയം നടക്കുന്നതെല്ലാം 10:30-11 മണി വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു, ഈ ശരീരം നിങ്ങൾക്ക് തൽക്കാലം സഹകരണ മന്ദിരത്തിൽ എല്ലാവർക്കും കാണുന്ന പോലെ വെക്കാം. ഇത് ഓരോ ഘട്ടമാണ് ശാന്തിഗിരിയുടെ. അപ്പോഴെല്ലാം നമുക്ക് പ്രാർത്ഥന. ഒരു ഘട്ടത്തിലാണ് 93-ലാണ് നമുക്ക് 3ാമത്തെ വരി പറഞ്ഞു കിട്ടുന്നത്. അത് ഗുരു തന്നെ ചൊല്ലി നമ്മളെ ബലപ്പെടുത്താൻ പറയുകയും ആ കർമ്മത്തിൽ എങ്ങനെ ചൊല്ലണമെന്നും വരെ പറഞ്ഞു. 3 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞു. ഇനിയും അഖണ്ഡനാമങ്ങൾ വരും. കഴിഞ്ഞു നിങ്ങൾ വിശ്വസിക്കേണ്ട. അപ്പൊ അത് ഓരോ ഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളാണിത്. അവിടെ ഗുരു അന്നേ പറഞ്ഞിരുന്നു എന്ന് 1973 ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ സമയത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ആശ്രമോദ്ദേശത്തിൻ്റെ ഏറ്റവും അവസാന വരിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിലെക്കാലത്തും അനുഭവമുള്ള ഒരു ഗുരുസ്ഥാനം ഉണ്ടാവും, എക്കാലത്തും ഞാൻ തന്നെയാണ് ഇത് ഭരിക്കുക എന്നാണ് ഗുരു പറഞ്ഞു. ഗുരുവിൻ്റെ ധർമ്മം 7ാമത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ടൊരു ശിഷ്യൻ എന്നും നമുക്ക് എന്ത് പറഞ്ഞു തരും? ഈ ദൈവനിശ്ചയം പറഞ്ഞു തരും. ഒരു തെറ്റ് വരാത്ത രീതി. ഓരോ യുഗങ്ങൾ മാറുമ്പോഴും ഓരോ യുഗത്തിൻ്റെയും ധർമ്മങ്ങളും ഓരോ സങ്കരകാലത്തിൽ വരുന്ന ധർമ്മങ്ങളും അപ്പപ്പ പറഞ്ഞു തരികയാണ്. ഇത് ഈ സങ്കല്പം നമ്മൾ എഴുതിയുണ്ടാക്കിയൊന്നല്ല, ഇത് പ്രകാശം തന്നെ പറഞ്ഞു കിട്ടുന്ന.
അതുകൊണ്ടാണ് അതിൽ മലയാളത്തിൻ്റെ പല അക്ഷര ഇതും കാണും നിങ്ങൾ. ഗുരുവേ, അപ്പോൾ വീണ്ടും നീണ്ടു, രണ്ടാം പ്രാവശ്യം ഗുരുവേ വരുന്നില്ല. ഇതങ്ങനെയല്ല, വാക്ക് കിട്ടിയ അതേപോലെ എഴുതി വെച്ചോ. നമ്മുടെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡിങ്ങും നമ്മുടെ പ്ലാൻ വരച്ചിട്ടുണ്ടാക്കിയതല്ല, സഹകരണ മന്ദിരമൊന്നും. അത് ദർശനവശത്തിൽ തെളിഞ്ഞു കിട്ടിയതാണ്. ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ അല്ല, അതിനെ പിന്നീട് എഞ്ചിനീയർമാർ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഠനശാല എത്രയോ ദിവസങ്ങൾ ശിഷ്യപൂജിത തന്നെ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിങ്ങനെയാണ്, ഇങ്ങനെയാണ്. ആർക്കാ മനസ്സിലാവുക? ഓരോ കാര്യങ്ങളും അതിങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതങ്ങനെ പോരാ. ആദ്യം പറഞ്ഞു അതിൽ ഈ കരിങ്കല്ല് കൊണ്ടുള്ള ഒരു ഇത് വേണം പറഞ്ഞിരുന്നു. കാരണം പറഞ്ഞത് ഗുരുവിൻ്റെ ശരീരത്തിനെ നോക്കി അനേക സൂക്ഷ്മശക്തികൾ വരും. ഈ സൂക്ഷ്മശക്തികൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ കാണുന്ന ശരീരത്തിൻ്റെ ധർമ്മത്തിൽ പിടിക്കാൻ നോക്കുമ്പോൾ അവിടെ കരിങ്കല്ല് വേണം പറഞ്ഞു. പിന്നെയും മാറ്റി. അത് അപ്പപ്പോൾ ദൈവം പറഞ്ഞു തരുന്നതാണ്. ഇതാണ് ശാന്തിഗിരിയുടെ ഓരോ ഘട്ടത്തിൽ വരുന്ന, ഓരോ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ കാരുണ്യമാണ്. ഇത് ഒരു പരമ്പരയ്ക്കും, ഇന്ന് ലോകത്ത് വന്ന ഒരു പരമ്പരയ്ക്കും കിട്ടിയിട്ടില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ അത്രയും കാരുണ്യം കൊണ്ട് നിറഞ്ഞതാണ്. അതാണ് ഗുരു പറഞ്ഞത്. ഒരിക്കൽ ഞാനത് ഒരു സത്സംഗത്തിൽ പറയുകയുണ്ടായി. വായ്മൊഴി കെട്ടിക്കൊണ്ടുള്ള സമരത്തിന് വേണ്ടി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകണം. 25 ഏക്കറയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് യുദ്ധമാണ് നമ്മൾ. അപ്പോൾ നമ്മളെല്ലാം വായ്മൂടി കെട്ടിക്കൊണ്ട് സമരത്തിന് പോകുമ്പോൾ പാലക്കാടുകാർ ഒരു ചോദ്യം ചോദിക്കാൻ നിന്നു. എന്താ കാര്യം? നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യണ പോലെ തന്നെ, എന്താണ്, ഞങ്ങൾ ആ വഴിക്ക് തന്നെ പൊയ്ക്കോട്ടെ, ഞാൻ വീണ്ടും ആശ്രമത്തിൽ വരണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ ചോദിക്കില്ല. ഇപ്പോൾ ഇവിടെ സത്സംഗത്തിൽ വരുമ്പോൾ ആഹാരം കഴിച്ച് അങ്ങനെ പൊയ്ക്കോട്ടെ എന്നൊക്കെ ചോദിക്കണവരുണ്ട്. അതേപോലെ അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് ഓടുകയാണ്. ഓടിപ്പോയപ്പോൾ ഗുരു ഇരിക്കുന്ന ആ കുടിലിൻ്റെ ഉള്ളിലാണ് ഗുരു ഇരിക്കുന്നു. ഗുരുവിൻ്റെ മുന്നിലേക്ക് ഈ ഡയറക്ട് ബോർഡ് അംഗങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നിട്ട് സന്യാസിമാർ മാത്രമല്ല ഡയറക്ട് ബോർഡ്, ഗൃഹസ്ഥന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗുരു പറയുന്നത്, ഞങ്ങൾ തൊട്ട് പിന്നിൽ നിൽക്കുന്നുണ്ട്, തൊട്ട് മുന്നിൽ പൂർണ്ണസ്വാമിയൊക്കെ നിൽക്കുന്നുണ്ട്. അതൊന്ന് ഗംഗാര മാഷ. അപ്പോൾ ഗുരു പറയണം, എടാ ഈ സമരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ആശയത്തിനെയോ ഈ പരമ്പരയോ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ദൈവം അത്രയും സൂക്ഷ്മതയോടെ കൊണ്ടുവന്നതാണ്. ഇതിന് വല്ലതും ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളെപ്പോലെ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത് അധികകാലവും പറ്റില്ല. ഇതിൻ്റെ ധർമ്മം അത് ദൈവനിശ്ചയമാണ്. ഈ നിൽക്കുന്ന സൂര്യൻ ഇവിടെ നിന്നില്ലാതായാലും എന്ത് സംഭവിക്കില്ല? ഈ പരമ്പരയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന ഗുരു തന്ന വാക്കാണ്. ഇപ്പം എക്കാലത്തും ഇതിൽ ഒരു ഗുരുസ്ഥാനിയെ ഉണ്ടായിരിക്കും. അത് ദൈവവാക്കാണ്. അത് ദൈവമായി എടുത്ത് മാറ്റിയാലേ ഞാൻ മാറും. അല്ലെങ്കിൽ അത് എക്കാലത്ത് നമുക്ക് എന്ത് സംശയമോടൊപ്പം ചോദിക്കാം, ആത്മീയമായ സംശയങ്ങൾ. നമ്മുടെ സംശയങ്ങൾ ഒന്നേ ഉള്ളൂ, എഞ്ചിനീയറിംഗ് പഠിക്കണോ, സയൻസ് എടുക്കണോ, മാത്സ് എടുക്കണോ, അല്ലേ? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതല്ല ശിശുപൂജ എന്ന് പറഞ്ഞ അവസ്ഥയുടെ വലിപ്പം. അത് ഇപ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാക്കാം. കാരണം നമ്മൾ മീൻകോട്ടയിൽ വെള്ളം തെളിച്ച് എവിടെ കിടക്കുന്നവരാണ്? പൂക്കടയിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നവരാണ് നമ്മൾ. അപ്പോൾ ആ പൂക്കടയുടെ വലിപ്പമായ ശിശുപൂജയുടെ വലിപ്പം ആർക്ക് മനസ്സിലാവില്ല? നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് അറിയുന്ന കാര്യം ഇതേ ഉള്ളൂ, ത്രിമൂർത്തി സമ്പ്രദായത്തിൻ്റെ കർമ്മഗതിയുടെ വലിപ്പം. അതിൻ്റെ അപ്പുറമാണ് ഗുരു. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ നിന്ന് പല കാര്യങ്ങളും ഗുരുവും ഒപ്പം നിന്ന് കാണിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഈ 41 ദിവസം എന്ന് പറയുന്ന കർമ്മം ഈ 7 തലമുറയായിട്ട് ത്രിമൂർത്തി സമ്പ്രദായ കർമ്മത്തിൻ്റെ ഗതികേട് ജാതി കൊണ്ടും മതം കൊണ്ടും ജാതകം നോക്കിയും ദുർമന്ത്രവാദം ചെയ്തും, അല്ലേ? ഞാൻ ചെയ്തിട്ടുള്ള രക്തപുഷ്പാഞ്ജലി, എത്രയോ ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ എല്ലാം സൂക്ഷ്മഭാവം എൻ്റെ ജീവനിൽ കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ചിന്ത വരാത്തത്. ഇതിനെ മാറ്റിക്കിട്ടാനുള്ള ദിവസമാണ് ഗുരു 3 രീതിയിലുള്ള സങ്കല്പം. സ്വാമി അത് പറഞ്ഞുകൂടെ? പറഞ്ഞു തന്നെ നിങ്ങളെ തിരുത്താൻ പറഞ്ഞു. പക്ഷേ നമുക്കെന്ത് പറ്റുന്നില്ല? നമ്മൾ വീണ്ടും വലിയ തുറയിൽ കല്യാണം കഴിച്ചു പോയ ആ കുട്ടിയെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാ പറയുന്നത്. അങ്ങനെ എത്രയോ പേരുടെ കഷ്ടപ്പാടുകളുടെ ഗതികേട് ഇന്ന് ഓരോ കുടുംബത്തിലും തങ്ങി വിങ്ങി നിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ മാറ്റിയെടുക്കാം. അതിന് ഗുരു വേണം. നിങ്ങൾ വലിയ സമ്പന്നരാവുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഗുരു സമ്പന്നതയ്ക്കെതിരായിരുന്നു. എന്നാൽ സമ്പന്നത വേണ്ട എന്ന് ഗുരു പറഞ്ഞിട്ടുമില്ല. അതിൻ്റെ കാരണം ഞാൻ അടുത്തൊരു സത്സംഗത്തിൽ വിശദമായി സംസാരിക്കാം. ഈ MC2 എനർജി കൺസർവേഷനൊക്കെ എടുക്കണം.
പക്ഷെ പണം വേണ്ടാന്ന് ഗുരു പറഞ്ഞിട്ടില്ല. പക്ഷെ പണം വേണം, അത് അത്യാവശ്യമാണ്, തീർച്ചയായും അത് വേണം. പക്ഷേ ധാർമ്മികമായും നന്മയിലൂടെ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ഈ ധർമ്മം പാലിക്കണം. എന്നാലും നിങ്ങൾ അവിടെ പോയി നിന്ന് ഒരാളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ജീവന്റെ പ്രകാശം ആ ഇരിക്കുന്ന ആൾക്ക് നന്മ കിട്ടും. ഞങ്ങൾ സഹകരണ മന്ത്രി സമർപ്പണ സമയത്ത് പല അഡ്വർടൈസ്മെൻറ്റും കൊണ്ടും പോകുമ്പോൾ ഗുരു നമ്മളോട് പറയും, കേട്ടോ, അതിരാവിലെ നിങ്ങൾ 6 മണിക്ക് തന്നെ പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം 7-7:30 ആകുമ്പോഴേക്ക് നിങ്ങൾ എവിടെ പോകണം? അവൻ്റെ വീട്ടിൽ പോകണം. കാരണം അവൻ്റെ ചിന്തയിലേക്ക് മറ്റ് ചിന്തകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അത് വളരെ വിജയമായിരുന്നു. ഇതുപോലെ നമ്മളോട് പറയാണ്, നിങ്ങൾ ഈ 41 ദിവസം എന്ത് ചെയ്യണം? ഒന്ന് നേരത്തെ ഒന്ന് എണീക്കൂ, ഉണരൂ. എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ ജന്മം എൻ്റെ അച്ഛനും അമ്മയും ജാതി നോക്കിയിട്ടാണ് എന്നെ ജനിപ്പിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ മതം നോക്കിയിട്ടാണ് ജനിപ്പിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും ജാതകം നോക്കിയിട്ടാണ് എന്നെ ജനിപ്പിച്ചത്. അല്ലേ? അച്ഛനമ്മയും എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? 8 പൊരുത്തം വേണമെന്നാണ്, അല്ലേ? മിനിമം 8 പൊരുത്തം ഉണ്ടേ. എന്താണ് 8 പൊരുത്തത്തിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞില്ല. ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. ശുദ്ധ തപതെന്ന് അയാൾ പറയും. എന്താ കാരണം? 4 ഗ്രഹങ്ങൾ തെറ്റി നിൽക്കുന്ന ഒരു സ്ത്രീയും 4 ഗ്രഹം തെറ്റി നിൽക്കുന്ന ഒരു പുരുഷനും കൂടി ജനിപ്പിക്കുകയാണ്. ആരെ? നമ്മളെയൊക്കെ. ഇതിലല്ലാത്ത 1-2 പേരുണ്ട്. കാരണം ഗുരുവിൻ്റെ സങ്കല്പം ജനിച്ച കുറച്ച് പേരുണ്ട്, ഒരു ഭാഗ്യവന്മാർ. അങ്ങനെ ജനിപ്പിക്കുന്നവൻ അവൻ ചരരാശിയിലെ ജനിക്കുന്നു. അവൻ എന്ത് ചെയ്താലും അതിന് തടസ്സമായിരിക്കും. എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അത് എവിടെയെങ്കിലും കയറി കുരുക്കും. അപ്പോൾ ഗുരു പതുക്കെ ആ കുരുക്കഴിച്ചു തരും. ആ കുരുക്കഴിക്കുന്നതിന് മുമ്പ് ഗുരു പറയും, നീയായിട്ട് അഴിക്കണോ 41 ദിവസം, ഞാനായിട്ട് അഴിക്കണോ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അല്ലേ? 2 എണ്ണം ഉണ്ട്. സപ്ലിമെൻ്ററി എക്സാം ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്. മെയിൻ എക്സാമാണ് ഈ 41. ഒരു കൊല്ലത്ത് 41 ദിവസമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അത് വലിയ വ്രതമൊന്നും ഗുരു പറഞ്ഞിട്ടില്ല, കണ്ടോ? നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് രാവിലെ വരൂ, ഈ സങ്കല്പം ഒന്ന് മനസ്സിലൊന്ന് നല്ലോണം ധ്യാനിക്കുക, ഒന്ന് പുഷ്പൂട. എന്തിനാ പുഷ്പൂടണ? അത് ഞാനൊരു 50 പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ബിരിയാണിയും പായസമൊക്കെ കുടിക്കുമ്പോൾ ഒന്നും മറന്നുപോലും. ശാന്തിഗിരിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഓരോ കാര്യം ഗുരു ചെയ്യിപ്പിക്കണം, അതിൻ്റെ കാര്യകാരണം പറഞ്ഞു തരും. എന്തിനാണ് അത് ചെയ്യണമെന്ന്. ഞാൻ എന്തപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്വാമിയുടെ സാറോടൊക്കെ ചോദിച്ചു, എന്തിനാ 2 വിളക്ക് കത്തിച്ച് വെച്ചിരിക്കണം? എവിടെ? ദർശന മന്ദിരത്തിൽ. എന്തിനാണ്? അറിയില്ല, എനിക്കും അറിയില്ല. ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു. ഞാൻ ശിശുവോട് ചോദിക്കും, കൃത്യമായി മറുപടി പറഞ്ഞു തരും. ഇത് അങ്ങനത്തെ ഒരു ആചാര്യ വിവരക്കേടൊന്നും നമ്മുടെ ഗുരു പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ഏത് കാര്യത്തിനും വളരെ കൃത്യമായ ചിട്ടയോടുകൂടി പറഞ്ഞു തരും. ഇന്നതാണ്. ഈ കൂടുന്നതിനും ഗുരു പറഞ്ഞു. അതുകൊണ്ടാണ് ശാന്തിഗിരിയിൽ എല്ലാവരോടും ഗുരു പറഞ്ഞു, കൈ കൊണ്ടേ ആഹാരം കഴിക്കാവൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു 500 പ്രാവശ്യം ഞാൻ ഇവിടെ പറഞ്ഞു. ദൈവമേ, ദഹനപ്രക്രിയയും ബ്രെയിനും തമ്മിലും ഊർജങ്ങളും തമ്മിൽ ബന്ധമുണ്ട് കയ്യിൽ. അതാണ് കൈ കൊണ്ട് അനുഗ്രഹിക്കുന്നത്. ഈ 2 കൈ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം ആക്കി നോക്കി. ഇതിനുള്ളൊരു പ്രഷർ വരും. ഇത് ഊർജത്തിൻ്റെയാണ്. ആ ഊർജം എവിടെ തട്ടണം? നീ കഴിക്കാൻ പോകുന്ന ആഹാരം. തൊടുമ്പോൾ തന്നെ അറിയാം ആഹാരം എന്തൊക്കെ അറിയാം. ചൂട്, വെന്തിട്ടുണ്ടോ, തണുപ്പുണ്ടോ, കുഴയ്ക്കണോ, പീസാക്കണോ, വലിക്കണോ, അല്ലേ? ആണോ? അല്ലേ? ഇതിൻ്റെയൊക്കെ അപ്പുറം എന്തിലുണ്ട്. അപ്പം ആ കയ്യിലാണ് നമ്മൾ എന്ത് വെക്കണത്? തുളസി വെക്കുന്നത്. കാരണം എന്താ? ഈ പ്രകൃതിയിൽ നിർമ്മാലത്തോടുകൂടിയും അതിൻ്റെ മഹിമയിൽ നിൽക്കുന്ന പുഷ്പങ്ങളെയാണ് നമ്മൾ എടുത്തത്. അത് ഏറ്റവും പ്രധാനമായ ബോറിക് ആസിഡ് എന്ന് പറയുന്ന അതിൻ്റെ അപ്പുറത്തിന് മോണോബോറിക്കിൻ്റെ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷനുള്ള കഴിവുള്ള തുളസിയാണ് എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അതൊന്നിങ്ങനെ ആക്കിയിട്ടൊന്ന് മണത്ത് നോക്കും. നിങ്ങളുടെ ശ്വാസോശ്വാസം വരെ ക്ലിയർ ആവും. അതെടുത്ത് നമ്മൾ ആരുടെ കയ്യിലാണ് കൊടുക്കണത്? ഗുരുവിൻ്റെ വാദത്തിലായിട്ടൊന്ന്. എന്തിനാണ്? എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിൽ നിന്ന് എന്നെ രക്ഷിച്ചോളണം. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് എന്നെ രക്ഷിച്ചോളണം. പിന്നെയോ എൻ്റെ ഗോത്രത്തിലുള്ള കുടുംബത്തോടുകൂടി എൻ്റെ ജാതിയിൽ ഞാൻ ഒരുപാട് അബദ്ധം ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് മാറ്റിത്തരണം. ഇത് ഈ സങ്കല്പം നിങ്ങളെ എഴുതി ഉണ്ടാക്കിയതാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്.
ഇത് കിട്ടണമെങ്കിൽ കുറേ സമയമെടുക്കും. ശിശുപുരം അടുത്ത് പോയി നിൽക്കണം. ചിലവരൊക്കെ റെക്കോർഡിംഗ് കൊണ്ടാണ് നിൽക്കുക, നിർമ്മലതന്നെയൊക്കെ. കാരണം ഇത് എഴുതിയെടുക്കാൻ പെട്ടെന്നൊന്നും പറ്റിയെന്ന് വരില്ല. നമുക്കതിങ്ങനെ വലിയ തുറയിലെ പെൺകുട്ടിയെ പോലെ ചളിക്കുണ്ടിൽ വെച്ച് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാവണില്ല? ഇതവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു ഋഷീശ്വരനാണെങ്കിൽ ഇതിൻ്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കുക, ഒരു ഗുരുവാണെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കാൻ ആ സങ്കല്പത്തിന് അത്രയും വലുപ്പമുണ്ട്. പക്ഷെ നമുക്കെന്ത് സംഭവിക്കുന്നു? കണ്ണൂരിൽ നിന്നുള്ള യാത്രയുടെ ദൂരം 7 ആകാശത്തിനപ്പുറത്ത് ആൾക്കാർ വന്നിട്ട് കൂടുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല എന്ന്. നിങ്ങളുടെ 7 തലമുറയുടെ പ്രതിക്കളൊന്ന് കൂടുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല എന്ന്. അതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പൊട്ടിക്കരയുന്ന ഗുരു പറഞ്ഞു. അവരുടെ വേദന, നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ കടന്ന് വേദനയ്ക്ക് നിങ്ങൾ കണ്ട നിങ്ങൾ വട്ടാവും. ഗുരു കണ്ടിട്ട് ചിലപ്പോൾ ഗുരു കരയാറുണ്ട്. ചിലവരുടെ പിതൃക്കളുടെ ഗതികേട് കണ്ടിട്ട് ഗുരു കരയാറുണ്ട്. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് ഗുരു പറഞ്ഞു, നാളെ നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരികയാണെന്ന്. അങ്ങനെ ഒരു വീടാണ് ഈ കണ്ണൂരിലൊരു വീടുണ്ട്. വിനീഷ് അത് പിന്നെ പറയാം. അത് വിശദമായി പറയേണ്ട ഒരു വലിയൊരു അനുഭവം. അത് ഗുരു എന്നോട് ഞങ്ങളുടെ പാലക്കാട് വെച്ചിട്ട് 3.5 മണിക്കൂറാണ് ഗുരു സംസാരിച്ചു അതിനെക്കുറിച്ച്. അപ്പം അത് നമ്മളെല്ലാവരും ദയവീത്, ഞാൻ സമയമില്ല, ഞാൻ പ്രാർത്ഥനയും വിവാഹവുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നമ്മൾ പോയിട്ടില്ല. ഞാൻ പോവാം കേട്ടോ, അത് പിന്നെ പോവാം. ഞാൻ ഇന്ന് ഇത്രയും ഈ പൂവിനെക്കുറിച്ച് പൂടൽ ആർക്കും അതിൻ്റെ ഒരു മഹിമ കിട്ടാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് മാത്രം. നമ്മുടെ ദർശന മന്ദിരത്തിൻ്റെ വാർഷികമാണ്. നമ്മുടെ പ്രഥമ ശിഷ്യപൂജന് ഈ ഭൂമിയിൽ കാലുകുത്തി ജനയ്ക്ക് താമസിക്കാനൊരു സ്ഥലം ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണ് ആര്? കണ്ണൂരുകാർ. അതിൻ്റെ മഹിമയുള്ള ദിവസമാണ് ആ വരുന്നത്. അത് ദൈവനിശ്ചയമാണ്. നിങ്ങളാരുടെയും നമ്മുടെ ആരെയും കഴിവല്ല അത്. നമ്മൾ വിചാരിക്കും നമ്മുടെ എന്തൊക്കെയാണ്, ഒരു ചുണ്ണാമ്പും നടക്കില്ല. കോടികൾ വെച്ചിട്ട് പോലും നമുക്ക് നടന്നിട്ടില്ല, ദൈവം നിശ്ചയിക്കാതെ. അപ്പം അതിൻ്റെ വാർഷികമാണ് വരുന്നത്. അതിന് നമ്മൾ അതുകൊണ്ട് ഗുരു അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അന്നേ ദിവസം സങ്കല്പത്തിൽ ദീപം കൊടുക്കണം. അന്ന് നിങ്ങൾ ഇവിടെ എല്ലാ ദിവസവും കല്യാണം, കാതുകുത്ത്, എല്ലുപെറുക്കൽ, പിന്നെ മരണം, 16, 41 ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വന്ന അതിന് ആ ദിവസം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾ ജനിക്കാൻ പോകുന്ന 7 തലമുറയ്ക്കും മരിച്ചുപോയ 7 തലമുറയുടെയും സകലവിധ ദോഷങ്ങളും മാറിക്കിട്ടി നിങ്ങളുടെ DNA റിപ്പയർ ആവണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും, മറ്റത് മറന്നിട്ടില്ല കേട്ടോ. എന്തിനാണ് വിവാഹം നടക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതും, എല്ലാവിധ ദേവപരമ്പരയും എല്ലാ ദൈവപരമെന്ന സങ്കല്പം എങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക്. ഒരു പരപ്പ് ചോദ്യങ്ങൾ ഒരു പേപ്പറിൽ തന്നെ എഴുതി തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് സമയത്ത് വ്യക്തമായും അതിൻ്റെ ഓരോ പോയിൻ്റായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഫെബ്രുവരി 22 ഇവിടുന്ന് എല്ലാവരും പോകണം. ബസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓഫീസിൽ പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബസ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ട്രെയിനിൽ പോകാൻ പറ്റുന്നവർ ട്രെയിനിൽ പോവാം. അതിന് മുമ്പായിട്ട് നമുക്ക് ചോദ്യയാത്രയുണ്ട്, അതിനും പോകണം. അതേപോലെ തന്നെ ഈ വരുന്ന തട്ട സമർപ്പണത്തിന് എല്ലാവരും തട്ടം സമർപ്പിക്കണം. എന്തിനാണ് തട്ടം സമർപ്പിക്കുന്നത്? പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരികയാണ്. എന്താണ് തട്ട സമർപ്പണം? ഒരാളെ ദയിരിക്കുന്ന അമ്മയെ ഞാനൊരു വലിയൊരു ഷോപ്പിംഗ് മാളിൽ കയറ്റി വിടുകയാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഗുരുവിന് കൊടുത്തോളാൻ പറയും. വേറെ ആളെ കയറ്റി വിടുകയാണ്. വേറെ ആളെ കയറ്റി എല്ലാവരും ഒരു സാധനമാണ് എടുത്തിട്ട് വരിക. അവനവൻ്റെ വാസനയ്ക്കനുസരിച്ച്, അവൻ്റെ തലമുറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാസനയ്ക്കനുസരിച്ച് സാധനങ്ങൾ അവൻ എന്ത് ചെയ്യും? അത് കൊണ്ടുവരും. അതെവിടെ സമർപ്പിക്കണം? അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ എന്താ മാറുന്നത്? നമ്മുടെ ജീവൻ്റെ വാസനപരമായ കർമ്മത്തിൻ്റെ ഭാഗം ഗുരു ഏറ്റെടുക്കുക അല്ലേ? അത് പൊട്ടിച്ചു തരികയാണ്. കാരണം എൻ്റെ ആഗ്രഹങ്ങളാണിത് അല്ലേ? അതാണ് ഞാൻ ആർക്ക് കൊടുക്കണത്? അങ്ങനെ സകല ആഗ്രഹങ്ങളെയും പൊട്ടിച്ച് ഞാൻ എന്ത് ചെയ്യണം? മൃത്യുമാ അത് മാത്രം ആരും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കുള്ള ജന്മം വേണ്ട എന്നുള്ള കാര്യം അത് പറയുമ്പോൾ എല്ലാവരും മുഖം കറക്കുന്നു. അതാണ് സത്യം. ഞാൻ ഒരിക്കലും മനുഷ്യ ശരീരം എടുക്കാൻ പാടില്ല. ഇവിടെ ഞാൻ TC വാങ്ങണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് കുറേ പഠിക്കാനുണ്ട്. അത് പഠിപ്പിച്ചെന്ന ആൾ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ ഗുരുവാണ്.
പല ഉപനിഷത്തിലും പലതും പറഞ്ഞിട്ടുണ്ട്. നചികേതസിൻ്റെ കാര്യത്തിലൊക്കെ 50-50 പറഞ്ഞിട്ടുള്ളൂ. ഗുരു വെട്ടി തുറന്ന് പറഞ്ഞു തന്നു. ജീവൻ എന്ന് പറയണത് ദേവൻ, ദേവി, ഋഷി എന്ന അവസ്ഥാന്തരങ്ങൾ കടന്നു പോകണം. അതിൽ 7 അവസ്ഥ കിടക്കുന്ന ഒരാൾക്ക് എന്തു പറ്റുള്ളൂ? പ്രകാശത്തിൽ നിന്ന് വാക്ക് കിട്ടിക്കൊണ്ട് നിങ്ങളെ തിരുത്താൻ പറ്റുള്ളൂ. അതാണ് ആ വാക്ക് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടില്ലേ. അതിനാർക്കും മനസ്സിലാവണില്ല. അതുകൊണ്ട് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ കയറില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാനത് പറയുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. ഞാൻ പറയുന്നു. ഏതെങ്കിലും തരത്തിൽ സഹകരണ മന്ത്രി സമർപ്പണ സമയത്ത് ഞങ്ങൾ പറഞ്ഞ പോലെ ഗുരു അത് കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു സാരില്ല, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ഒട്ടിച്ചോ. അത് കേൾക്കേണ്ട സമയം വരുമ്പോൾ മല പൊട്ടി വെള്ളം വരുന്നത് പോലെ ആൾക്കാർ വരും. നിങ്ങൾ പേടിക്കേണ്ടതാണ്. അത് അവർക്ക് എല്ലാവർക്കും ഗുരുവിൻ്റെ മഹിമ മനസ്സിലാവും. അതിലൂടെ ജാതിയും മതവും ഇല്ലാതെ മതേതരത്വത്തിൻ്റെ ഒരു മഹാമഹിമയുള്ളൊരു സമൂഹം ഇവിടെ ഉണ്ടാവും. അതിന് തുടക്കമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ നന്ദി പറയൂ. എല്ലാവരും കഴിച്ചിട്ടേ പോവും.